ജന്മാദ്യസ്തേതന്നയാതിതരതച്ചാർത്തേഷ വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത്സൂരയ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര തിസർഗോംഷാ ധാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ തൃതീയ സ്കന്ധം 6 ശ്ലോകമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ബ്രഹ്മാവിൻ്റെ സ്തുതിയാണ്. താവത് ഭയം ദ്രവിണഗേഹ സുഹൃത് നിമിത്തം ശോകസ്പൃഹ പരിഭവോ വിപുലശ്ച ലോഭ. ഈ ജീവന് അല്ലെങ്കിൽ നമുക്ക് ഇതുവരെയാണ് അത്രയും ദുഃഖം ഉണ്ടാവുക? ഭയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഭയം പാമ്പിനെ കണ്ടു അയ്യോ ആ ഭയമല്ല കേട്ടോ. അത് ഈ ഭയം സംസാരത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പൊതുവെ മനസ്സുകൊണ്ട് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഭയം എന്ന് പൊതുവെ പറയാറുണ്ട്. ശാസ്ത്രത്തിലത് ഭയങ്കരമായിട്ടുള്ള മാനസിക സംഘർഷം എന്നാണ് അർത്ഥം എടുക്കേണ്ടത്. സംസാരത്തിൽ ജീവിക്കുമ്പോൾ ഭയം, ഒരു ജോലിയില്ല, ഒരു ഭയം എന്ന് പറയുക പാമ്പിനെ കണ്ട പോലെ. പക്ഷെ എന്നാലും ദുഃഖമാണ്. ഈശ്വര സമയത്തിന് ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞില്ല, വീടുള്ളവർക്ക് വീടുണ്ടാവണം, വീടുണ്ടായില്ല, അതൊക്കെ സംസാര ഭയമാണ്. അപ്പോൾ ഭയപ്പാട് എന്നുള്ള ആ ഒരു അർത്ഥത്തിലുള്ളതിനേക്കാൾ സംസാര ദുഃഖം, ഭയം എന്നുള്ള വാക്കിന് അവിടെ അതാണ് അർത്ഥം, ദുഃഖം. ഏതിൽ നിന്നൊക്കെയാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുക? സമ്പത്ത് എന്ന് പറയുമ്പോൾ 2-3 തരത്തിൽ ദുഃഖം. ആർജിക്കാൻ വളരെ വിഷമം, കയ്യിൽ നിൽക്കാൻ അതിലേറെ വിഷമം. പലരും ചോദിക്കും, പല ചിലവുകൾ വരും, സമ്പാദിച്ചതൊക്കെ ചിലവാവുന്ന ദുഃഖമൊക്കെ സമ്പത്തിൽ നിന്നൊരു ദുഃഖമാണ്. അപ്പോൾ സമ്പാദിക്കാൻ ദുഃഖം, സമ്പാദിച്ചാൽ സൂക്ഷിക്കാൻ ദുഃഖം. ചിലവായാലോ ശരാ എത്ര ലക്ഷം റുപ്യ ഇന്നലെ മിനിങ്ങാന്ന് വരെ ഉണ്ടായിരുന്നു, കയ്യിലൊക്കെ പോയിട്ടോ, ലക്ഷങ്ങൾ പോകാണ്ടോ വിഷമം. 10 പവൻ വാങ്ങിയാൽ മതി. ഒരു വർഷം 10 പവനല്ല കേട്ടോ, 1 ലക്ഷത്തിന് ഒരു പവൻ 1 ലക്ഷമല്ലേ. അപ്പോൾ 10 ലക്ഷം ഉണ്ടെങ്കിൽ 10 പവൻ വാങ്ങിയാണ്ടോ കാശ് ബാക്കിയുണ്ടാവും. അപ്പോൾ എല്ലാറ്റിനും സമ്പത്ത് നമുക്ക് ദുഃഖമാണ്. സമ്പാദിക്കാൻ ദുഃഖം, കയ്യിൽ വെച്ചാൽ ദുഃഖം, ആരെങ്കിലും ചോദിക്കുമോ എന്നുള്ള പേടി, അതൊക്കെ ഇവിടെ ദുഃഖമാണ്, ഭയമാണ്. അവൻ ചോദിക്കുമോ ഇവൻ ചോദിക്കുമോ, കൊടുത്തില്ലെങ്കിൽ ആലോചിക്കുക, അവൻ കൊടുക്കുക എങ്ങനെയാണ്, മനസ്സ് വരില്ല. അപ്പോൾ ദ്രവിണം അല്ലെങ്കിൽ സമ്പത്ത്, സ്വത്ത്, ഭൂമി, ഇതൊക്കെ നമുക്ക് ദുഃഖകരമാവും. പിന്നെ ഗേഹം, ടാക്സ് അടയ്ക്കുമ്പോഴേ വീടിൻ്റെ വിഷമം അറിയുള്ളൂ. ടെറസൊക്കെ പണിത് ചോർന്നൊലിച്ചാലോ ശരാ, അതും വീട്ടിൽ നിന്നുള്ള ദുഃഖമാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് എന്തൊക്കെ ദുഃഖം. പിന്നെ അംഗങ്ങളിൽ നിന്നുള്ള ദുഃഖം. കയ്യോ വളരണ കാലോ വളരണ നോക്കി വളർത്തിയ കുട്ടികളാവും. അച്ഛത്തിന് മിണ്ടാണ്ടിരിക്കൂ, അവിടെ പോയിരിക്കൂ, മിണ്ടാണ്ടിരിക്കൂ, അങ്ങനെ കേൾക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഒക്കെ ഗേഹത്തിനുള്ള ദുഃഖമാണ്. സുഹൃത്തുക്കൾ, ഞാൻ അവനെ എത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടും ഇങ്ങനെയല്ലേ ഒടുവിൽ അവൻ പണി പറ്റിച്ചത്, അത് സുഹൃത്തുക്കൾ എന്നുള്ള ദുഃഖമാണ്. വിചാരിച്ച പോലെ ആയില്ല, അങ്ങോട്ട് കൊടുത്ത സ്നേഹം തിരിച്ചു കിട്ടില്ല. അതാണ് താവത് ഭയം ദ്രവിണ ഗേഹ സുഹൃത് നിമിത്തം. ഇത് മൂലം, നിമിത്തം ദുഃഖം ഉണ്ടാവണത് ഏതുവരെയാ? ശോകസ്പൃഹ പരിഭവോ വിപുലലോഭം. ശോകം ഉണ്ടാവും, ആഗ്രഹം ഉണ്ടാവും, സ്പൃഹ ആഗ്രഹം, പരിഭവം ലോഭം ഉണ്ടാവും. എത്ര കിട്ടിയാലും മതിയാവാത്ത അവസ്ഥ. താവൻ മമേത്യസദവഗ്രകാർത്തി മൂലം യാവന്നതെങ്ക്രിമഭയം പ്രവൃണീതലോക. സർവേശ്വര, അങ്ങയുടെ പാദപത്മത്തിൽ ഉള്ളതായ ഭക്തി ഏത് നിമിഷം ഉണ്ടാകുന്നുവോ അപ്പോൾ ഈ ദുഃഖങ്ങൾക്കൊക്കെ വിരാമം ഉണ്ടാവും. ഈ ദുഃഖങ്ങൾക്കൊക്കെ ഒരു 1 ടൈം വിരാമം അപ്പാടുണ്ടാവും. വേറെ മാർഗമൊന്നുമില്ല. അപ്പം ഈ ദുഃഖങ്ങളൊക്കെ മനസ്സിൽ ഏതെങ്കിലുമൊക്കെ ചിലതോ ഇതൊക്കെ കൂടി, ഇതൊക്കെ ദുഃഖമുള്ളവരാ.
അപ്പോൾ അതെപ്പോഴാണ് ഇല്ലാണ്ടാവുക? ഭഗവത് പാദപത്മത്തിലുള്ള അംഘ്രിയും അങ്ങയുടെ പാദമൂലത്തെ ശരണം പ്രാപിക്കാത്തവർക്ക് ഈ ദുഃഖങ്ങളൊക്കെ ഉള്ളൂ. ഇപ്പം ശരണം പ്രാപിച്ചുവോ അവർക്ക് ദുഃഖം ഇല്ല. പ്രാപിക്കാത്തിടത്തോളം നിമിത്തം ഈ ദുഃഖം. അതാണ് പറഞ്ഞത്, യാവൻ ന തേ അംഘ്രിയും അഭയം. അങ്ങയുടെ പാദത്തിൽ അഭയം പ്രാപിക്കാത്തവർക്കൊക്കെ മാത്രമേ, പ്രാപിക്കാത്തിടത്തോളം മാത്രമേ ഈ ദുഃഖങ്ങളൊക്കെ നിലനിൽക്കുന്നുള്ളൂ. എപ്പോൾ ആ പാദപത്മത്തെ ആശ്രയിക്കുന്നുണ്ടോ ഈ ദുഃഖങ്ങളൊക്കെ മനസ്സിൽ നിന്ന് പോവും. ഭഗവത് ഭക്തനോ ഈശ്വരവാദിയോ നേരിടുന്ന പോലെ അല്ല സംസാരത്തിൽ മുങ്ങിയിട്ടുള്ള ഒരാൾ ദുഃഖത്തെ നേരിടുക. വളരെ വ്യത്യാസമുണ്ട്. രണ്ടാളുടെയും പ്രശ്നം ഒന്നാവാം, ഒരേ തരത്തിലുള്ളതാണെങ്കിലും ഈശ്വരനിൽ ഉറപ്പിച്ചിട്ടുള്ളൊരു വ്യക്തി ഇതിനൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് കരുതിയിട്ടാവും അതിനെ നേരിടേണ്ട. പിന്നെ പരിഭ്രമം കുറയുമല്ലോ. കരുതാതിരിക്കുമ്പോഴാണ് നമുക്ക് പരിഭ്രമം കൂടുക. ഭഗവത് പാദത്ത് അല്ലാത്തതൊക്കെ ദുഃഖ. അതറിഞ്ഞപ്പോൾ ദുഃഖം വരുമ്പോൾ എന്താ അത്ഭുതം. അത്ഭുതം ഉണ്ടാവില്ല, ഷോക്കും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പിന്നെ പ്രണദൈവേന തേ ഹതതിയോപവത പ്രസംഗാത് സർവാശുഭോ ഉപശമനാൻ വിമുഖേന്ദ്രിയായേ. ആശുഭാണ് കേട്ടോ, സർവ ആശുഭോപശമനം. കുറുവന്തി കാമസുഖലേശ ലവായ ദീന ലോഭാഭിഭൂത മനസോ കുശലാനിശ. ഇവിടെ പറയണ സർവ ആശുഭോപശമനം, അമംഗളങ്ങളുടെയൊക്കെ അവസാനം ഭഗവത് പ്രസംഗാത് സത്സംഗത്തിൽ നിന്നുണ്ടാവും. അശുഭങ്ങൾക്ക് പിന്നെ അവിടെ സ്ഥാനമില്ല അയാളുടെ ജീവിതത്തിൽ. നല്ല ജനങ്ങളുമായിട്ടുള്ള ബന്ധം ഉണ്ടാവുക, ഈശ്വരകഥകൾ പരസ്പരം പറയാനുള്ള അവസരം ഉണ്ടാവുക. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് ഇന്ദ്രിയങ്ങളോട് തന്നെ വിമുഖത വരും. വിമുഖേന്ദ്രിയ, ഇന്ദ്രിയ സുഖത്തിൽ താല്പര്യമുള്ളവർക്കാണ് ദുഃഖം ഉണ്ടാവുക. അത് വിട്ടവർക്ക് സുഖമില്ല ദുഃഖമില്ല, രണ്ടുമില്ല. സുഖമില്ലാത്തവർക്ക് ദുഃഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സംസർഗോ സത്സംഗോ ഉണ്ടാവുക? ദൈവേന, ദൈവാനുഗ്രഹം കൊണ്ട് വന്നു ചേരുകയാണ്. ഒരു സത്സംഗം വേണമെന്ന് ഉദ്ദേശിക്കുന്നത് ഈശ്വരനാണ്. സത്യത്തിൽ നമ്മളങ്ങനെ വിചാരിച്ചുകൊണ്ട് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കാതെ ചിലപ്പോൾ ഉണ്ടാവും ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ദൈവേന, ഈശ്വര നിശ്ചയത്താൽ, ഈശ്വര അനുഗ്രഹത്താൽ എന്നായാലും പറയാം. തേ ഹതതിയോപവത പ്രസംഗാൻ, അങ്ങയുടെ സംസർഗം സത്സംഗം കൊണ്ട് ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങൾ ഇതൊന്നും ഇല്ലാണ്ടാവും. അതിൽ താല്പര്യം ഉണ്ടാവില്ല. സർവാശുഭോ ഉപശമനം വിമുഖേന്ദ്രിയാത്തേ. അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും വിമുഖത വന്നാൽ അശുഭങ്ങളൊക്കെ വിട്ടുമാറും. ഇനിയോ കുറുവന്തി കാമസുഖലേശ ലവായ ദീന ലോഭാഭിഭൂത മനസ്സോ കുശല അനിശ്വത്. ഹതതീയ എന്ന് പറഞ്ഞാൽ ബുദ്ധി ഹനിക്കപ്പെട്ട ബുദ്ധിയോടുകൂടിയവിടാകുന്നു. ഹനിക്കപ്പെട്ട ബുദ്ധി എന്ന് പറഞ്ഞാൽ ലോകസുഖത്തിൽ ഭ്രമിച്ച ബുദ്ധി ഉണ്ടാവില്ല എന്നർത്ഥം. കാമസുഖലേശലവായ, കാമാദി സുഖങ്ങളുടെ ലേശത്തിന് വേണ്ടിയിട്ട്, അല്പസുഖത്തിന് വേണ്ടിയിട്ട് ദീന ദുഃഖിതന്മാരും ലോഭാഭിഭൂത മനസ്സ, ആഗ്രഹത്താൽ വിവേകമില്ലാത്ത മനസ്സോടു കൂടിയതായിട്ട് എപ്പോഴും അകുശലാനി കുറുവന്തി പാപത്തെ ചെയ്യുന്നു. അപ്പോൾ ഈശ്വര വിമുഖത, ഈശ്വര ആഭിമുഖ്യം ഉണ്ടാക്കുന്നതും ഈശ്വരനാണ്, വിമുഖത ഉണ്ടാക്കുന്നതും ഈശ്വരനാണ്. ഹതതിയോപവത പ്രസംഗാൻ സർവ അശുഭോപശമനാത് വിമുഖേന്ദ്രിയാതേ. സർവ അശുഭങ്ങളെ നശിപ്പിക്കുന്നതായ അങ്ങയുടെ സംസർഗത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളോടുകൂടി, അതായത് വിമുഖങ്ങളായ ഇന്ദ്രിയങ്ങളോട് കൂടിയവർ പ്രാരബ്ധമാകുന്ന അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഹനിക്കപ്പെട്ടിരിക്കുന്ന ബുദ്ധിയോടുകൂടിയവരായിരിക്കുന്നു. സത്സംഗം ഉണ്ടാവുക, അവരെ ആദരിക്കുക, വിചാരം ചെയ്യുക മുതലായിട്ടതൊക്കെ ചെയ്താൽ
ഇന്ദ്രിയോടിയോട് കൂടെ തന്നെ ചേർന്നിരിക്കുക എന്ന സൽക്കർമ്മത്തിൽ ഇന്ദ്രിയ സുഖത്തിൽ ഭ്രമമില്ലാണ്ടിരിക്കുന്നു. അവരാവട്ടെ നിരന്തരം സുഖം അനുഭവിക്കും. അല്ലാത്തവരാവട്ടെ തുച്ഛമായിട്ടുള്ള സുഖങ്ങൾക്ക് വേണ്ടി, സുഖലേശത്തിന് വേണ്ടി, കാമസുഖലേശലവായ ദീനന്മാരായിട്ട് പാപം ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. അത് ജന്മാന്തര ദുഃഖകർമ്മങ്ങളെ കൊണ്ട് അവർക്ക് വിവേകശൂന്യമായിട്ട് വീണ്ടും വീണ്ടും കീഴ്പോട്ട് പതിക്കുകയും ചെയ്യുന്നു. ഹതതിയ എന്ന് പറഞ്ഞാൽ ബുദ്ധി അപഹരിക്കപ്പെട്ടവർ. ദൈവേന തേ ഹതതിയോപവത പ്രസംഗാൻ സർവാശുഭോപശമനാൻ വിമുഖേന്ദ്രിയായേ. എല്ലാ ഇന്ദ്രിയങ്ങളും ഒതുക്കി അശുഭങ്ങളില്ലാത്തതായ സത്സംഗം, അതിൽ നിന്ന് ഭവതപ്രസംഗാത്ത് എന്നാണ്. ആ പ്രസംഗത്തിൻ്റെ സത്സംഗത്തിൻ്റെ പ്രത്യേകത എന്താ? എല്ലാ അശുഭങ്ങളും ഇല്ലാണ്ടാവും അല്ലേ? സർവ അശുഭങ്ങളും. നിത്യം ഭാഗവത സേവയാ, നിത്യം ഭാഗവത സേവ കൊണ്ട് നഷ്ടപ്രായേഷു അഭദ്രേഷു പ്രഥമസ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. അഭദ്രങ്ങൾ നഷ്ടമാവുന്നു, ഇല്ലാണ്ടാവും. അതാണ് സത്സംഗത്തിൻ്റെ പ്രത്യേകത. അശുഭോപശമനാണ്. അശുഭം ഇല്ലാണ്ടാവുക, ഉപശമനം ഇല്ലാണ്ടാവുക. ഇന്ദ്രിയങ്ങൾക്കൊക്കെ അടിമപ്പെടാതെ അശുഭങ്ങളില്ലാണ്ടാക്കുന്ന ഭവതപ്രസംഗാത്, അങ്ങയുടെ ആ സത്സംഗത്തിൽ നിന്ന് ചിലർ വിട്ടു നിൽക്കുന്നു ആണ് ഇവിടെ പറയണത്. ഹതതിയ, ബുദ്ധിയും മനസ്സും വേണ്ട പോലെ പ്രവർത്തിക്കാതെ എന്തുണ്ടായി? ബുദ്ധിയും മനസ്സും നിശ്ചലമാവുക, വികലമാവുക, വേണ്ട പോലെ ആവാതിരിക്കുക. ഇതൊക്കെ കൂടി ഹതതിയ. ബുദ്ധി നശിച്ചവർ എന്ന് ചുരുക്കം, വിവേകം നശിച്ചവർ എന്ന് ചുരുക്കം. എങ്ങനെയാണ് വിവേകം ഉണ്ടാവുക, വിവേകം നശിക്കുക? രണ്ടും ഈശ്വരനാണ് കാരണം. ചിലർക്ക് വിവേകം കാണാം അല്ലേ, ചിലർക്കോ അവിവേകവും കാണുന്നുണ്ട്. ദൈവേന ആണ് ആദ്യം തന്നെ. ദൈവേന ഹതതിയോ ഭവതപ്രസംഗാത്. ആ ഭവതപ്രസംഗാത് എന്നുള്ളതിൻ്റെ വിശേഷണമാണ് അടുത്ത വരി മുഴുവൻ. സർവാശുഭോപശമനായ, എല്ലാ അശുഭങ്ങളും ഇല്ലാണ്ടാക്കുന്ന ഇന്ദ്രിയ നിഗ്രഹത്താൽ നിഗ്രഹം നൽകുന്ന ഭവതപ്രസംഗാത്. ഭവതപ്രസംഗാത്തിൻ്റെ വിശേഷണമാണ് രണ്ടാമത്തെ വരി മുഴുവൻ. എന്താ വിശേഷണം? അശുഭങ്ങളില്ലാണ്ടാവുക തന്നെ. ഇല്ലാണ്ടാവുക ഇന്ദ്രിയങ്ങളോടുള്ള ആഭിമുഖ്യം ഇല്ലാണ്ടാവുമ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ദൈവേന, ഈശ്വരകാരുണ്യത്താൽ. അപ്പം ചില ആൾക്കാർക്ക് നേരെ തിരിച്ചാണ്. ഈ സത്സംഗത്തെ താല്പര്യമില്ല, അതും ദൈവേന ഹതതിയ, വിവേകശൂന്യമായിട്ടുള്ള മനസ്സോടുകൂടി. ഭവതപ്രസംഗാത് ഹതതിയ വിമുഖേന്ദ്രിയേ, ഈശ്വര കാര്യങ്ങളോട് വിമുഖത വരുന്നു. വിമുഖേന്ദ്രിയേ, അപ്പം അങ്ങനെ ഈശ്വര കാര്യങ്ങളിൽ താല്പര്യമില്ലാതെ ചില ആൾക്കാർ അങ്ങനെയും ചെയ്യുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഈശ്വര വിചാരം ഇല്ലാത്തവരുടെ അവസ്ഥയാണ്. ഉള്ളവരുടെ നേരത്തെ പറഞ്ഞു, നീ പറയുന്നുണ്ട്. ഇവിടെ ഇല്ലാത്തവരുടെ കഥയാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. സർവ അശുഭങ്ങളും ഇല്ലാണ്ടാക്കുന്ന ഭഗവത് പാദപത്മത്തിൽ വിമുഖത വരിക, ഭക്തിയിൽ വിമുഖേന്ദ്രിയം ഉണ്ടാവുക, ദൈവ നിശ്ചയത്താൽ. എന്നിട്ട് എന്ത് ചെയ്യണു? ഓരോരോ കാര്യങ്ങൾ സാധിക്കാനും വേണ്ടി ഓടുകയാണ്. കുറുവന്തി കാമസുഖലേശലവായ ദീന ലോഭാഭിഭൂത മനസോ കുശലാനി ശശ്വൽ. ആകുശലാനി, മനസ്സോ അകുശലാനി എന്നാണ്. കുശലാനി അല്ല, അകുശലാനി. പാപങ്ങളും സുഖമില്ലാത്തതുമായ പ്രവൃത്തിയിൽ അങ്ങനെ ഏർപ്പെടും. കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട്
എന്തും കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നവരെയാണ് ഇവിടെ പറഞ്ഞത്. ഒരു ക്ഷേത്രത്തിൽ പോകുന്നത് പോലും വിരക്തിക്കല്ല, കാര്യസാധ്യത്തിനാണ്. ആലോചിച്ച് നോക്കിയാൽ ഭാഗവതം പഠിച്ചിട്ട് നമ്മളത് മനസ്സിലാക്കണം കേട്ടോ. ഈ വഴിപാടുകൾ എഴുതി ഷീട്ടാക്കി പേരും നാളും എഴുതി ഭഗവാനോട് പറയുന്ന സമ്പ്രദായം തെറ്റാണ്. ഒരുപാട് കഴിക്കരുത് എന്നതിന് അർത്ഥമൊന്നുമില്ല. ഒരുപാട് കഴിക്കണത് നല്ലത് തന്നെയാണ്. അത് നമ്മുടെ കാര്യസാധ്യത്തിനായിരിക്കരുത് എന്നാണ് പറയണത്. കുറുമന്തി കാമസുഖലേശലവായ, അതിനായിരിക്കരുത്. എന്ത് വഴിപാട് വേണമെങ്കിലും കഴിക്കാം. കാരണം ശരിക്കും ഒരൊറ്റ സംഭാവന മാത്രം മതി അമ്പലത്തിൽ. ഒറ്റ റെസീറ്റ് എത്രയേ വേണ്ടൂ. പ്ലസ് വേറെ ഒന്നും കൂടി ആവാം. ചില സ്ഥലത്ത് ചില വഴിപാടിന് പ്രാധാന്യമുണ്ട്. അത് നമുക്കില്ല എന്ന് പറഞ്ഞുകൂടാ. പാൽപ്പായസത്തിന് പ്രാധാന്യമുള്ള സ്ഥലമുണ്ട്, ഗുരുവായൂർ, അമ്പലപ്പുഴ. മുട്ടർക്കലിന് പ്രാധാന്യമുണ്ട്, കാടാമ്പുഴ പോലത്തെ. അങ്ങനെയൊക്കെ ആവാം, അതിരുന്നോട്ടെ. പക്ഷേ അതിൽ പേരും നാളും എഴുതരുത്. ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യരുത്. മുട്ടർത്തോളൂ, ഞാനൊരു മുട്ടറക്കണു, കാടാമ്പുഴ ചെയ്യാം. കാരണം അവിടെ പ്രധാനമുള്ള വഴിപാടാണ്. അല്ലാത്തൊക്കെ സംഭാവന രസീതിയെ വേണ്ടൂ. ഈ വഴിപാടുകൾ നാളും പേരും എഴുതി മംഗല്യം അത് ഇത് പാടില്ല. അവിടെ വരുമ്പോൾ ഇവിടെ കാമസുഖലേശലവായ ദീനന്മാരായി നമ്മൾ മാറുകയാണ്. എന്തിനാ ഭക്തി എന്ന് ചോദിച്ചാൽ അതും കൂടി ലോകകാര്യത്തിന് വേണ്ടിയിട്ടാക്കി. ലോകത്തുനിന്ന് വിട്ടു നിൽക്കാനാണ് ഭക്തി. അല്ലാണ്ട് എന്തിനാ ഭക്തി? ഭക്തിക്കൊരു നിർവചനമുണ്ട്. എന്താ അത്? ശങ്കരാചാര്യ കൊടുത്തത് ഭജ്യതേ അനേന ഹൃദയഗ്രന്ഥി ഇതി ഭക്തി. ലോകമായിട്ട് ഉള്ള ബന്ധം വിടുത്തുന്നത് ഏതോ അത് ഭക്തി. സലായി. അങ്ങനെ ചെന്ന് വല്ല ഭക്തന്മാരുണ്ടാവും? ഒരു ഭക്തന്മാരും എൻ്റെ കണക്കിനില്ല. കാരണം ഹൃദയഗ്രന്ഥിയെ ബന്ധിപ്പിച്ച് ദൃഢപ്പെടുത്തുന്ന ഭക്തിയാണ് ഇന്ന്. സ്ഥലം വാങ്ങാനും വിൽക്കാനും ഭക്തി, വഴിപാട് കഴിക്കുക രോഗം മാറാൻ, വഴിപാട് കഴിക്കുക ഉദ്യോഗം കിട്ടാൻ, വഴിപാട് കഴിക്കുക മംഗല്യം നേടാൻ, വീടുണ്ടാക്കാൻ വഴിപാട് കഴിക്കുക. ഇങ്ങനെ നമ്മുടെ ഈ സുഖലേശലവായ അത് നിർത്തണം. ഭാഗവതത്തിലേക്ക് വരുമ്പോൾ അത് നിർത്തിക്കോളൂ. ഒരുപാട് എന്ത് വേണമെങ്കിൽ കഴിക്കാൻ, കുഴപ്പമില്ല. അതൊന്നും നമ്മുടെ കാര്യസാധ്യത്തിനായിട്ട് ആവരുത്. അതൊക്കെ അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ബോർഡ് എഴുതി വയ്ക്കുന്ന സിസ്റ്റമേ ശരിയല്ല എന്നാണ് യഥാർത്ഥ കൂട്ടർ പറയുക. അവർ വേണമെങ്കിൽ കഴിച്ചോട്ടെ, അങ്ങനെ ആവണം. അപ്പം അവരുടെ കാര്യമാണ് കുറുവന്തി കാമസുഖലേശലവായ. ഓരോ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി അവരുടെ ഭക്തി അവർ വെറുതെ കളയുക, ഉപയോഗിക്കുക. ബാറ്ററിയുടെ ചാർജ് കളയണ പോലെ. തിതാതുഭിരിമ മുഖുരദ്യമാന. ചില വാക്കുകൾ അങ്ങനെയാണ്, കിട്ടില്ല. തിതാതുഭിരിമ നോക്കി നോക്കുക. അക്ഷരങ്ങളുടെ ഒരു വൈഷമ്യാവസ്ഥ ഒക്കെ പ്രശ്നമുള്ളതാണ്. ക്ഷുത്രിഡ്. ക്ഷുത്ത് പ്ലസ് ത്രിട്ടാണ് ക്ഷുത്രിട്ട്. ത്രിട്ട് എന്ന് പറഞ്ഞാൽ ദാഹം, ക്ഷുത്ത് എന്ന് പറഞ്ഞാൽ വിശപ്പ്. രണ്ടും കൂടി കുട്ടിയാണ് ത്രിട്ട്. എന്ന് പറഞ്ഞാൽ ദാഹം, ക്ഷുത്ത് എന്ന് പറഞ്ഞാൽ വിശപ്പ്. അതിനെ കൂട്ടിച്ചേർത്ത് ക്ഷുത്രിട്ട്. പൈദാഹങ്ങൾ നമ്മൾ പറയുമല്ലോ ചേർത്തിട്ട് എന്ന പോലെ ക്ഷുത്രിട്ട്. ത്രിധാതുപിരിമ. ത്രിധാതു ഏതൊക്കെയാ? വാതം, പിത്തം, കഫം. ഇതിനാണ് ത്രിധാതുക്കൾ എന്ന് പറയുക. ക്ഷുത്രിട്ട് ത്രിധാതുപിരിമ മുഹുരദ്യമാന. ഈ ശരീരത്തിൽ നമ്മൾക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട്. രണ്ടും വർദ്ധിച്ച ബുദ്ധിമുട്ടാണ്. ദാഹിച്ചു വെള്ളം കുടിക്കാൻ കിട്ടുമെങ്കിൽ ഡീഹൈഡ്രേഷൻ. സർവ്വ കയ്യും കാലും ഇങ്ങോട്ട് തളർന്ന് മിണ്ടാൻ വയ്യാണ്ട് നമ്മൾ തലചുറ്റി വീഴും വെള്ളം കുടിക്കാൻ. ഇല്ലേ? വെള്ളം ഒരു ദിവസം ഉച്ചവരെ വേനൽക്കാലത്ത് കുടിക്കാതിരിക്കാൻ പറ്റുമോ നമുക്ക്? അതേപോലെ തന്നെ വിശപ്പ് അതിക്രമിച്ചു ഒരു ഉച്ച വരെ ഒന്നും കഴിക്കാണ്ടിരുന്നാലോ എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല കേട്ടോ എന്നും പറയും. അപ്പോൾ ഇത് രണ്ടും അസഹ്യമാണ്. ഏതാ അസഹ്യമില്ലാത്ത പരിധി കഴിഞ്ഞാൽ ക്ഷുത്രിട്ടുകൾ വളരെ ദുഃഖമുണ്ടാക്കുന്നവയാണ്. പിന്നെ ത്രിധാതു വാതപിത്ത കപാദികൾ. ഒന്നുള്ളവർക്ക് അതാണ് കേമെന്ന് തോന്നും, മറ്റത് ഭേദം. ഒരു ഭേദവും ഇല്ല.
പട്ടേരിപ്പാടടക്കം വാതരോഗം കൊണ്ട് അങ്ങോട്ട് ബുദ്ധിമുട്ടി നിലവിളിച്ച പോലെയാ ചില ഭാഗമൊക്കെ നാരായണീയത്തിൽ എഴുതി. കരയാണ്, സഹിക്കാൻ വയ്യാത്ത വേദനയെ. വാദം കാബന്ധം ഉണ്ടായാലും വന്ന് അടഞ്ഞ് ചുമയ്ക്കാൻ തുടങ്ങി അങ്ങോട്ട് നിൽക്കണില്ലെങ്കിലോ അവർക്ക് അതന്നെയാണ് വലുത് തോന്നും. പിത്തത്തിൻ്റെ പ്രകൃതി തലചിറ്റലും വേളും വിളർച്ചയും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് തോന്നും. അതുതന്നെയാണ് ബുദ്ധിമുട്ട്. ഏതായാലും ത്രിദോഷങ്ങൾ വർദ്ധിച്ചാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ക്ഷുത്ത് തൃട്ട് ക്ഷുത്രിട്ട് ത്രിതാപുരിമ മുഹുരർദ്ധ്യമാന ബുദ്ധിമുട്ടിച്ചു കൊണ്ടേയിരിക്കും ഇവ. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒന്ന് അധികം ഉണ്ടാവും. വാതപ്രകൃതി, പിത്തപ്രകൃതി, കഫപ്രകൃതി, ഏതായാലും ബുദ്ധിമുട്ടാണ്. അർദ്ധ്യമാന ഇവയാൽ ദുഃഖിപ്പിക്കപ്പെടുന്നവർ നീ പറയണം ശീതോഷ്ണവാത വർഷേർ ഇതരേതരാച്ച. നമുക്കറിയാം ശീതം എന്ന് പറഞ്ഞാൽ തണുപ്പ്, ഉഷ്ണം എന്ന് പറഞ്ഞാൽ ചൂട്. ഏതാ ഭേദം? ഉത്തരം പറയാൻ പറ്റില്ല. വർദ്ധിച്ച രണ്ടും അസഹ്യ. ചിലർ പറയും ചൂട് കൂടുതൽ സഹിക്കുക വയ്യാട്ടോ, തിരി തണുപ്പായാലും കൊള്ളാം. അവിടെ കുറച്ച് തണുപ്പ് ഉണ്ട്, അധികമായിട്ടൊരു എണീക്കാൻ പറ്റില്ല. തണുപ്പ് അധികമായാലേ എണീക്കാൻ പറ്റില്ല. ചൂടധികമായ പണിയെങ്കിലും എടുക്കാം, ഓപ്പൺ എയറിൽ കുറച്ച് കാറ്റൊക്കെ കൊണ്ട് പണിയെടുക്കാം. പക്ഷെ തണുപ്പ് അധികമായാൽ നമ്മൾ അനങ്ങില്ല എന്ന് പറയണം. കൈയും കാലും കൊണ്ട് സ്തംഭിക്കും. രണ്ടും പ്രശ്നമാണ്. അതാണ് ശീത ഉഷ്ണ വാതവർഷേർ. കാറ്റ്, കുളിർ കാറ്റൊക്കെ കിട്ടുകച്ചാൽ നല്ല സുഖമാണ്. കൊടുങ്കാറ്റായാലോ ചെറിയ വീടുകളും പോലപ്പെരെയൊക്കെ തകർന്ന് തരിപ്പണമാവും അല്ലേ. വാതം, പഴച്ച കാറ്റ് കുഴപ്പക്കാരനാണ്. വർഷം സുഖമായിട്ട് ഇങ്ങനെ മഴ പെയ്യാച്ചാൽ നല്ലതാണ്. അപ്പോൾ ഇനി മഴയുടെ കെടുതികൾ തുടങ്ങുകയായി. കടലെടുത്തു വേറൊന്നായി, അങ്ങനെ മഴ പെയ്താൽ തുടങ്ങുകയായി ദുരിതങ്ങൾ അല്ലേ. അപ്പോൾ മഴ അധികരിച്ചാൽ അതും ബുദ്ധിമുട്ട്. എല്ലാം പാകത്തിനായ കുഴപ്പമില്ല. ശീതോഷ്ണ വാത വർഷേർ ഇതരേതരാച്ച. ക്ഷുത്ത് തൃട്ട് ത്രിധാതു വാതവിത്ത കപാദികൾ, ശീതം ഉഷ്ണം വാതം വർഷം മഴ ഒക്കെ അതിര് വിട്ടാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവയാണ്. കാമാഗ്നിനാച്യുതരുഷാച്ച സുദുർഭരേണ. അപ്പം ഇതുകൊണ്ട് ഹേ അച്യുതരുട്ട് നശിക്കാത്തതായിട്ടുള്ള കോപം. ഇവിടെ അച്യുതൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ നശിക്കാത്തതെന്നാണ്. ആ അർത്ഥമാണ് കേട്ടോ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അച്യുതരുഷ നശിക്കാത്ത കോപം. ആഗ്രഹത്തിൻ്റേതായ ഒരു ചൂള അല്ലെങ്കിൽ നാളം നമ്മളിലൊക്കെ ഉണ്ട് എന്നാണ്. അതും സഹിക്കുക വയ്യ. വേണം എന്ന് തോന്നിയാൽ പിന്നെ നിവൃത്തിയില്ല, അത് കിട്ടിയാലേ അടങ്ങൂ. സേവിക്കുന്നവർക്കൊക്കെ അങ്ങനെ അത്രേ. അതില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. പൊടി വലിക്കുന്നവർക്ക് അടക്കം അങ്ങനെയാണ്. ആ സമയത്തത് കിട്ടാഞ്ഞാൽ വല്ലാത്ത പരാക്രമമാണ്. ഒക്കെ കാമാഗ്നിയിൽ പെടും. നമ്മുടെ ആഗ്രഹം സാധിക്കാത്ത വിഷമം, അച്യുതരുഷ നശിക്കാത്ത അവയുടെ ആ ഒരു ആക്രമണം. ചസുദുർഭരേണ സമ്പശ്യതോ മന ഉരുക്രമസീതേ മേ. സർവേശ്വര, എൻ്റെ മനസ്സിനെയാണ് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത്. ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ചിട്ടുള്ള രാവണന് സീതയിലുള്ള തൻ്റെ താല്പര്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. സ്വയം വിനാശകരമാണ് എന്ന് അറിയാം. രാവണന് ബുദ്ധിയില്ലാത്ത ആളൊന്നുമല്ല. എന്നിട്ടും ആ സീതയിലുള്ള ആഗ്രഹം അടക്കാൻ പറ്റിയില്ല. രാമനോടുള്ള ദേഷ്യം കൊണ്ടാണ് ആദ്യം സീതയെ അപഹരിച്ചത്. എങ്കിലും പിന്നീട് അത് സീതയോടുള്ള പ്രതിപത്തിയായിട്ട് മാറുന്നത് നമുക്ക് കാണാം. നീ ഇല്ലാണ്ട് ഒരു നിമിഷം എനിക്ക് കഴിയാൻ വയ്യ എന്ന് രാമപത്നിയെ ആഗ്രഹിച്ചു. സ്വയം വിനാശം വരുത്തി വെച്ചു രാവണൻ ഇല്ലേ. അപ്പോൾ അടക്കാൻ പറ്റാത്ത ആഗ്രഹം എപ്പോഴും നമുക്ക് ദോഷമുണ്ടാക്കും. കാണിക്കുകയാണ് ചെയ്യണത്. അങ്ങനെ എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ എന്നെ വല്ലാതെ ഞാൻ വിഷമിക്കണു ഭഗവാനെ. ഇപ്പം മദ്യപാനം തെറ്റാണെന്ന് അറിയാഞ്ഞിട്ടാണോ കഴിക്കണത്? പലരും അറിയാഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ അട്ടിമപ്പെട്ടു, നിവൃത്തിയില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇല്ലേ. കണ്ണാവട്ടെ, മൂക്കാവട്ടെ, ടി വി ആവട്ടെ, മൊബൈലാവട്ടെ, എല്ലാം ആവശ്യത്തിന് കാലത്തിനനുസരിച്ചൊക്കെ നമുക്ക് വേണ്ടി വരും. പക്ഷേ അമിതമായാൽ അമൃതും വിഷം എന്ന് ഓർത്താൽ മതി. അവിടെ മനസ്സിനെ നിയന്ത്രിക്കാൻ
പലർക്കും ബുദ്ധിമുട്ടാണ്. ഈ പറയാമെന്ന് മാത്രമേ നമുക്കൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യം. അതുകൊണ്ട് സർവേശ്വര, ആ മനത്തിനെ നിയന്ത്രിക്കാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഭഗവാനോടാണ് പ്രാർത്ഥിക്കുക. എനിക്കിത് നിയന്ത്രിക്കാൻ സാധ്യമല്ല എന്ന് കാല് വീണ് സമ്മതിക്കുക, നിയന്ത്രിതമാക്കി തരയണമേ. അപ്പോൾ നിയന്ത്രിതമാകും. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പരിധിപ്പെട്ടതല്ല അത്. കാമാഗ്നിന അച്യുതരുഷ, അച്യുതൻ എന്ന് പറഞ്ഞാൽ പേരല്ല കേട്ടോ, അടങ്ങാത്ത എന്നർത്ഥമാണ്. അടങ്ങാത്ത അവയുടെ ആ ഒരു മേധാവിത്വം ദുർഭരേണ കണ്ട് ഞാൻ വല്ലാതെ തളരുന്നു. അതിൽ അങ്ങൊന്ന് എന്നെ സഹായിക്കണം. ക്ഷുത്ത് തൃട്ട് ത്രിധാതു, വാതവിത്ത കപാദികളും വിഷവും ദാഹവും കൊണ്ട് വീണ്ടും വീണ്ടും ദുഃഖിക്കുകയാണ് ഞാൻ. ശീതോഷ്ണവാത വർഷേ, ഇതപ്പോൾ ചൂട് കഴിഞ്ഞു എന്നാണ് വെപ്പ്. മഴ പെയ്യാത്തവർക്ക് കഴിഞ്ഞിട്ടൊന്നുമില്ലാവോ? ഓരോ കൊല്ലം വിചാരിക്കുക അടുത്ത കൊല്ലെങ്കിലും AC വാങ്ങണം. AC വാങ്ങുമ്പോഴല്ലേ അതിൻ്റെ ബില്ല് വരുമ്പോൾ ഒന്നും വേണ്ട, കുറച്ച് ചൂട് സഹിക്കുക ഭേദമെന്ന് തോന്നുക. ഇപ്പം തന്നെ ബില്ല് നല്ലോണം ഉണ്ട് അല്ലേ? അപ്പോൾ ചൂടുകൊണ്ടുണ്ടാവണ വിഷമങ്ങൾ അതൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടാണ്. അത് കുറച്ച് സഹിക്കുക ഭേദമെന്ന് തോന്നും. അതുപോലെ തണുത്താലും അതെ. അപ്പം അങ്ങനെയുള്ള വിഷമങ്ങൾ സർവേശ്വര എനിക്ക് അസഹനീയമായിട്ട് പലപ്പോഴും തോന്നുന്നുണ്ട്. അവിടെ അങ്ങയുടെ ഒരു കാരുണ്യം എന്നിൽ ഉണ്ടാവണേ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. യാവത്പൃദക്തമിതമാത്മന ഇന്ദ്രിയാർത്ഥമായ ബലം ഭഗവതോ ജനൈശ പശ്യേ താവന്ന സംസ്ഥിതിരസോപതി സംക്രമേത ഭർത്താഭി ദുഃഖ നിപകമ്പകതീ ക്രിയാർത്ഥ. ഭാഗവതമായാലും വേറൊന്നായാലും അതിലത്തെ പ്രാധാന്യം ഒന്ന് സ്തുതികൾ, പിന്നെ ഒന്ന് ഉപദേശങ്ങൾ, രണ്ടെണ്ണമാണ്. കഥയ്ക്കല്ല ശരിക്കും അധികം പ്രാധാന്യം. കഥയിലുള്ളതും ഈ ഉപദേശ അംശങ്ങൾ എടുക്കാനാണ് കഥ. പിന്നെ സ്തുതി, രണ്ടും പ്രാധാന്യമുണ്ട്. ഭാഗവതത്തിന് അവസാനമുണ്ട് ഈ സ്തുതികൾ കേൾക്കാനാണ് ഭാഗവതം, കഥയ്ക്കല്ല. കഥ ഈ മാസ്തേ കഥിതാ മഹീയസാം. ഈ കഥകളെല്ലാം പറഞ്ഞത് കഥയെ കടന്ന് തിരിയാനല്ല. അതുകൊണ്ടാണ് സ്തുതികൾ ഞാൻ ഒന്നിങ്ങനെ വിസ്തരിക്കണത്. ഇവിടെ പറയണ യാവത് പൃഥക്തമിതം ആത്മനം ഇന്ദ്രിയാർത്ഥം. ഈ രണ്ട് എന്ന ഭാവം ഉണ്ടാകുന്നത് ഈശ്വര അനുഗ്രഹം ഉണ്ടാകുന്നത് വരെ മാത്രമാണ്. അതുവരേക്ക് ദുഃഖം ഉണ്ടാവും. എപ്പോൾ ദ്വൈതം ഇല്ലാണ്ടാവണോ അപ്പോൾ ദുഃഖങ്ങളുടെ അവസാനവും ഉണ്ടാവും. അത് അവസാനിക്കാത്ത വരെ സംസാരം നശിക്കുന്നില്ല. താവൽ ന സംസൃതിരസോപതി സംക്രമേത. രണ്ട് എന്ന ഭാവം നശിക്കാത്തിടത്തോളം കാലം വ്യർത്ഥാഭി ദുഃഖ നിവഹം, ദുഃഖങ്ങളുടെ കൂട്ടം നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും, നശിക്കില്ല. ന പ്രതിസംക്രമേത എന്ന് പറഞ്ഞാൽ നശിക്കില്ല. അപ്പോൾ ഈശ്വരൻ അംശം തന്നെയാണ് നമ്മളിലും ഉള്ളത്. ഞാനെന്നും ഈശ്വരനും ഒന്നാണ്. ഹരിനാമകീർത്തനത്തിലൊക്കെ ഇഷ്ടം പോലെ പറയുന്നുണ്ട്. രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടലാണ് നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ ഈശ്വരാംശം. അത് തേടിപ്പോണ്ട കാര്യമൊന്നും ഇല്ല. അതിനെ സാക്ഷാത്കരിക്കാനാണ് ശ്രമിക്കേണ്ടത്. വലിയ സാധനങ്ങൾ സാധിക്കാത്തൊരു നാമം ജപിക്കുക മതി. അല്ലാതെ ഇത് പുറത്താണ് എന്ന് വിചാരിച്ച് കസ്തൂരിമാനെ പോലെ തേടിപ്പോയാൽ ഒരിക്കലും ഒരു ലക്ഷ്യത്തിലെത്തണില്ല. അതുകൊണ്ട് സർവേശ്വര, ഉള്ളിൽ തന്നെയാണ് അങ്ങ് എന്ന് ബ്രഹ്മാവ് പറയുകയാണ്. മനസ്സിലാക്കാത്തത്തോളം കാലം ദുഃഖങ്ങളുടെ ഒരു നീണ്ട നിര നമ്മളെ വേട്ടയാടും. അത് നശിക്കുന്നില്ല, ദുഃഖം നശിക്കുന്നില്ല. പൃഥക്ത്വം എന്ന് പറഞ്ഞാൽ ദ്വൈതബോധം. ഈശ്വരൻ നമ്മളിലല്ല, ക്ഷേത്രങ്ങളിലൊക്കെയാണ് കുടികൊള്ളുന്നത്. അവിടെ പോയി തൊഴുതാലേ സ്വസ്ഥതയുള്ളൂ, ഇവിടെ പോയി തൊഴുതാലേ സ്വസ്ഥതയുള്ളൂ. പിന്നെ എങ്ങനെ സ്വസ്ഥത ഉണ്ടാവാനാണ്? ഉണ്ടാവില്ല. യാവത് പൃഥക്ത്വം ഇതം ആത്മന ഇന്ദ്രിയാർത്ഥ മായാബലം, ഒക്കെ മായോണ്ട് തോന്നുന്നതാണ്. ഭഗവതോ ജന ഈശപശ്യേ താവന്ന സംസ്ഥിരസോ പ്രതിസംക്രമേത. സംസാര ദുഃഖം നശിക്കുന്നില്ല. ന താവത് പ്ലസ് ന താവന്ന. ന പ്രതിസംക്രമേത, ക്രിയ പ്രതിസംക്രമേത എന്നാണ്. നശിക്കുന്നില്ല. ഈശ്വരൻ വേറെ, ഞാൻ വേറെ എന്ന് വിചാരിക്കുന്നിടത്തോളം നമുക്ക് ദുഃഖങ്ങളുടെ നിവാഹം കൂട്ടം ഉണ്ടാവും. അപ്പം അത് ഒന്നാണ് എന്ന്
കഴിയണ വിധം നമ്മൾ ഉറപ്പിക്കാൻ ശ്രമിക്കുക, അതാണ് വേണ്ടത്. അന്യാപൃതാർത്ഥകരണാനിശി നിശ്ചയാന നാനാ മനോരഥ ദിയാഠണ ഭഗ്നനിദ്ര ദൈവാഹതാർത്ഥ രചനാഋഷയോപി ദേവ യുഷ്മപ്രസംഗ വിമുഖായിക സംസരന്തി. യുഷ്മപ്രസംഗം, ഭഗവാനെ അങ്ങയുടെ സത്സംഗത്തിൽ താല്പര്യമില്ലാത്ത ഋഷികൾ. അപി കൂടി ദേവ, പകൽ സമയത്തിൽ. അന്നി എന്ന് പറഞ്ഞാൽ പകലാണ്. അപൃതാർത്ഥ കരണ, വ്യാപരിക്കപ്പെട്ടും ക്ഷീണിച്ചിരിക്കുന്നവയുമായ ഇന്ദ്രിയങ്ങളോട് കൂടിയവരായിട്ടും. ഇന്ദ്രിയങ്ങൾ ക്ഷീണിക്കുക എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക എന്നാണ് ഇവിടെ അർത്ഥം എടുക്കേണ്ടത്, ഒന്നിനും കൊള്ളാത്തതെന്നല്ല. ഇന്ദ്രിയങ്ങളെ ഒതുക്കിയത് കൊണ്ട് അവ ഒതുങ്ങിയിരിക്കുന്നു. അങ്ങനത്തെ മഹർഷിമാർ. നിശയാന, രാത്രി ശയിക്കുന്നവരായാലും. മനോരഥതിയ, അനേകമാതിരി മനോരഥങ്ങളോട് കൂടിയ ബുദ്ധിവൃത്തിയാൽ. ക്ഷണഭഗ്ന നിദ്ര, ക്ഷണത്തിൽ നശിപ്പിക്കപ്പെട്ട നിദ്രയോട് കൂടിയവരായിട്ട്. ദൈവാകഥാർത്ഥ രചന, ദൈവത്താൽ ഏറ്റവും നശിപ്പിക്കപ്പെട്ട ശ്രേയസ്സോടുകൂടി ഇഹ, ഈ ലോകത്തിൽ ജനനമരണത്തിൽ അകപ്പെടുന്നു. അതായത് ഭഗവാനിലുള്ളതായ ഭക്തി ഒന്ന് എന്ന വഴിക്ക് ആയിത്തീരുന്നിടത്തോളം കാലം ഋഷികൾക്കടക്കം എന്ന് പറയുകയാണ് ഇവിടെ, സമാധാനം ഉണ്ടാവില്ല. പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയാനുണ്ടോ? അവർ ഉറക്കത്തിൽ നിദ്രാമനോരഥ, ഉണർന്ന് ആ ഉറക്കസുഖം പോലും അനുഭവിക്കാൻ ഭാഗ്യം കിട്ടാത്തവരായി തീരുന്നു. ഒരുപാട് ആൾക്കാരുണ്ട് 2:30 മണിക്ക് ഉണർന്നാൽ രാത്രി പിന്നെ ഉറങ്ങില്ല. കാരണം ചിന്ത കയറുകയാണ് മനസ്സിൽ. ചിന്ത കയറിയാൽ ഓർക്കാൻ കഴിയില്ല. അത് നമുക്ക് ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്നു, ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തുന്നു. BP, ഷുഗറൊക്കെ കൂടുതൽ ഉറക്കമില്ലാണ്ടായ ഒരാളുടെ മാനസിക ആരോഗ്യം ഉറക്കം നോക്കിയാൽ അറിയാവുന്നതാണ്. എവിടെ കിടന്നാലും എപ്പോൾ കിടന്നാലും സുഖമായിട്ട് ഉറങ്ങാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണെന്നാണ്. രോഗാവസ്ഥയെ കൊണ്ടുള്ള ഉറക്കമല്ല കേട്ടോ. ഉറക്കം എന്ന് പറഞ്ഞാൽ അവിടെ യഥാർത്ഥ ഉറക്കമാണ്, അല്ലാണ്ട് ക്ഷീണം കൊണ്ടോ ശാരീരിക അവശത കൊണ്ടോ ഉള്ള ഉറക്കമല്ല ഇവിടെ പറയണത്. അപ്പം അതുകൊണ്ട് ഭക്തി ഇല്ലാത്തവർ ഉറക്കം പോലും കിട്ടാതെ ദുരിതം അനുഭവിക്കുന്നു. അന്നി പകൽ പോലും അവർക്ക് എന്തുണ്ടാവില്ല, പകൽ സമയത്ത് പല ചിന്തകൾ ഉണ്ടാവും. അത് കാരണം രാത്രി ഉറക്കം പോലും കിട്ടാതെ അസ്വസ്ഥരായി കഴിയേണ്ടി വരുന്നു ചില ഋഷിമാരടക്കം. കാരണം അവർക്കൊക്കെ ചിന്ത ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഋഷിമാർക്കൊക്കെ പലതരത്തിലുള്ള ചിന്തകൾ ഏത് മനുഷ്യൻ്റെ തലയിലും ഉണ്ടാവും. അത് അവൻ്റെ ഉറക്കത്തെ കെടുത്തുന്നു. അതുകൊണ്ട് സർവേശ്വര ഭക്തി കൊണ്ട് എല്ലാ ചിന്തകളെയും നിയന്ത്രിക്കാനും കടിഞ്ഞാണിടാനും ശാന്തമാക്കാനും എനിക്ക് സാധിക്കണമേ. ആണ് ഓം ശാന്തി ശാന്തി ശാന്തി. കണ്ണടച്ച് വളരെ സാവധാനം ചെല്ലേണ്ടതാണ് ഇത്, വേഗത്തിൽ ചെല്ലാൻ പാടില്ല. അത് ചൊല്ലി മനസ്സിനെ ശാന്തമാക്കുക എന്നതാണ് ആദ്യമായിട്ട് ആത്മീയ മാർഗത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.